ഹലോ ഗൈസ്, ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രി നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമിലുള്ളവർ, ഫേസ്ബുക്കിലുള്ളവർ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന വ്ളോഗേഴ്സ് കാണും, അതുപോലെ തന്നെ ട്രാവലേഴ്സ് കാണും. അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ അറിയാത്തവരുമുണ്ട്, കുറെ കാര്യങ്ങൾ അറിയുന്നവരുണ്ട്. അറിയുന്നവർ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നത്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യം, അതായത് നമ്മൾ ഇന്ന് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ഷോർട്സ് മുതൽ ഒരു സിനിമ വരെ നിങ്ങൾക്ക് ഔട്ടായിട്ട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും. നമുക്ക് അഡോബ് പ്രീമിയർ പ്രോനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന്റെ വീഡിയോ എഡിറ്റിങ്ങിന്റെ ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഇന്റർഫേസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം. ഏതൊരു ക്രിയേറ്റർക്കും വേണ്ടുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കുക എന്നത്. അതിന്റെ ബേസിക് കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളും ആകും. പോകെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാനും നിങ്ങളുടെ ആ ഒരു തോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, ഇന്നതെടുത്ത് വെച്ചാൽ നന്നായിരിക്കും. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും അറിയാം എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും. എന്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തൊക്കെ എവിടെയൊക്കെ എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് ഫിക്സ് ചെയ്യണമെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ട് എങ്കിൽ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്കത് നല്ല രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യാനും സാധിക്കും. ഒരു സിനിമ എടുക്കുമ്പോൾ ആ ഡയറക്ടറുടെ കഴിവാണ് സ്റ്റോറി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഒരു ഡയറക്ടർക്ക് അറിയാം, അയാളാണ് അതിന്റെ സ്റ്റോറി ബോർഡും കാര്യങ്ങളും നോക്കുന്നത് എങ്കിൽ അയാൾക്ക് എത്രത്തോളം മനോഹരമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും എന്ന് ആ ഡയറക്ടർക്ക് അറിയാം. പെട്ടെന്നൊരു കഥ വേറൊരാൾ പറയുന്നു, അതിന്റെ ഡയറക്ഷൻ മറ്റൊരാൾ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ അതിനെ എത്തിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാകട്ടെ, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ എഡിറ്റിംഗ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്റർഫേസും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. തുടർന്നും വരുന്ന വീഡിയോകൾ, ഇതിന്റെ പാർട്ടായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക. ഈ ഒരു വീഡിയോ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണാനും ഇതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ എളുപ്പമായിരിക്കും. സോ നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്ത് മനസ്സിലാക്കുക. തിയററ്റിക്കൽ പോർഷൻ എന്നുള്ള 10%ഉം അതുപോലെ 90% നിങ്ങൾ പ്രാക്ടിക്കലുമായാൽ വളരെയധികം സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനും ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഔട്ടുകൾ ചെയ്യാനും സാധിക്കും. സോ നിങ്ങളുടെ വീഡിയോസും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാം. നമ്മളുടെ ഈ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക.